കടൽക്ഷോഭം രൂക്ഷമായ കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിൽ രാവിലെ കടലിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ റോഡുകളിലും വീടുകളിലുമൊക്കെ കടൽ കയറിയിരുന്നു. പലയിടങ്ങളിലും ജിയോ ബാഗുകൾ തകർന്നതിനെ തുടർന്നാണ് ദുരിതം ഇരട്ടിയായത്. വേലിയേറ്റ സമയത്ത് വീണ്ടും കടൽ കയറി തുടങ്ങും. വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് എന്നും മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ചെയ്യുന്നില്ല എന്നും കണ്ണമാലി നിവാസികൾ പറയുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസവും കനത്ത മഴയായിരുന്നു. ഈ മഴ വരുമ്പോൾ പ്രത്യേകിച്ച് വേലിയേറ്റമുണ്ടാകുന്ന സമയത്ത് എറണാകുളം കണ്ണമാലി ചെല്ലാനം പ്രദേശത്തുള്ളവരൊക്കെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് കണ്ണമാലി ചെറിയ കടവ് ഭാഗത്താണ്. ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പല ഭാഗത്തും ഇത്തരത്തിൽ ടെട്രോപോഡുകളടക്കം നിർമ്മിക്കാത്തോ അല്ലെങ്കിൽ നിർമ്മിച്ചത് തകർന്നു പോയതായ കഴിഞ്ഞ ദിവസവും കണ്ണമാലി ഭാഗത്ത് ഈ ജിയോ ടാഗുകൾ പുതിയതായി നിർമ്മിച്ച ജിയോ ടാഗുകൾ തകർന്നു പോയിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നം ഇവർ അനുഭവിക്കുന്നുണ്ട്. ആ വാടകയും വീണ്ടും ബാക്കിൽ കൂടിയും വെള്ളം ഒഴുകി പോകുന്നു. വീടിന്റെ 4 ഭാഗത്തു കൂടിയാണ് വെള്ളം ഒഴുകി. പുതിയതായി നിർമ്മിച്ച സുരക്ഷാ ഭിത്തികൾ തകർന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അതുണ്ട്. അത് ഒരു പരിധിവരെ അവർക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റുള്ളൂ. കടലല്ലേ, അതിന്റെ ആ ഫോഴ്സ് കാരണം അത് ഒരു വർഷം വരെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പവർ പോയി. ഈ വീട്ടിലേക്ക് വെള്ളം വരുന്നതുകൊണ്ട് വീട്ടു സാധനങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാവുന്നുണ്ട്. അതുണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ കംപ്ലൈന്റ് ആയിട്ടാണ്. ഞങ്ങൾ എല്ലാ വർഷം ഇത് അനുഭവിക്കുന്നത്. 8 വർഷമായി, 8-9 വർഷത്തിന് മേലെയായി ഇവിടെ കൂടി ഈ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട്. എല്ലാവരും വന്ന് വെള്ളം ഒഴുകുമ്പോൾ കുറച്ച് ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് തരും. അത് 2 കടലിടിക്കെല്ലാം താഴെ കിടക്കും. ഞങ്ങൾക്ക് ശരിക്കും വേണ്ടത് ടെട്രാപ്പോഡും പുലിമുട്ടും ഉള്ള ഒരു ഇതാണ്. അതേ ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളത്. എന്ന് തീരുമെന്ന് അറിഞ്ഞുകൂടെ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ്. നിരന്തരമായി വെള്ളം കയറുമ്പോൾ ഇവരെ സമീപത്തെ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലോ ഒക്കെ മാറ്റും. അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ പോയി മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഏതായാലും ഇത് ഇനിയും കുറേ ദിവസം ഇത്തരത്തിൽ നീണ്ടു നിൽക്കും. അതായത് നിലവിൽ പറയുന്നതനുസരിച്ച് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് 6-ാം തീയതി വരെ ഓഗസ്റ്റ് 6-ാം തീയതി വരെ സമാനമായ തരത്തിൽ നീണ്ടു നിൽക്കും. ഈ കടൽക്ഷോഭം നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഒരു 11 മണി മുതൽ 2 മണി വരെ വലിയ തോതിൽ വെയിലേറ്റമുണ്ടാകും. ആ സമയത്താണ് ഏറ്റവും അധികം ദുരിതം ഇവർ അനുഭവിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ സ്ഥലം ഒട്ടാകെ തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു റോഡുകളടക്കം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഇവിടെ നിന്നും വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും 11 മണി 12 മണി ഉച്ചയാകുന്നതോടുകൂടി വീണ്ടും സമാനമായി തന്നെയാവും. വലിയ തോതിലുള്ള കടൽക്ഷോഭം, വീടുകളിലേക്ക് വെള്ളം കയറുന്നു, വീട്ടു സാധനങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാകുന്നു. അങ്ങനെ ഇവിടെ അവസാനം മാറി താമസിക്കേണ്ട അവസ്ഥ ഇത് കുറേ കാലങ്ങളായി. അവരുടെ ആവശ്യം കൃത്യമായ പുലിമുട്ടുകളും ടെട്രോപോഡുകളും സ്ഥാപിക്കണമെന്നാണ്. സർക്കാരുകൾ മാറി മാറി വരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്ന് ഇവർക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരി, നിതിൻ സേവ്യറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.